ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എസ് എൻ ഓട്ടോമൊബൈൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത് ഫിയറ്റിൻ്റെ അവഞ്ചറ എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് ആറ്റിങ്ങിൽ നിന്ന് വന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് വർക്കാണ്, മേജർ സർവീസാണ്. 2 ലക്ഷം കിലോമീറ്റർ ആവാറായി. രണ്ടാമത്തെ ടൈമിംഗ് ചെയിൻ മാറാനായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് വന്നതാണ്. ഒരുപാട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ബുക്കിംഗ് കൊടുത്തു. രാവിലെ മോർണിംഗ് ഒരു 9 മണിക്ക് എത്തി. 2 ദിവസത്തെ വർക്കുണ്ട്. ടൈമിംഗ് ചെയിൻ, EGR, സസ്പെൻഷൻ മൊത്തം നോക്കണം, A to Z നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്ക് തുടങ്ങി. ടൈമിംഗ് ചെയിൻ എല്ലാം മാറണം. ഈ ഒരു വാഹനം റെയറാണ് കേട്ടോ. ഫിയറ്റിൻ്റെ അവഞ്ചറ എന്ന് പറയുമ്പോൾ ഫിയറ്റ്, ലിനിയ, കുണ്ടോ ഇതെല്ലാം സെയിം സസ്പെൻഷനും എഞ്ചിനും ബോഡിയൊക്കെ സെയിം ആണ്, കുണ്ടോടെയൊക്കെ സെയിം ആണ്. പക്ഷേ ബാക്കിലൊരു സ്റ്റെപ്പിനി ആഡ് ചെയ്ത് വരുമ്പോൾ വണ്ടിയുടെ പേരും മാറി അവഞ്ചറ എന്നാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടൈമിംഗ് ചെയിൻ മാറ്റുമ്പോൾ ഇതിൻ്റെ ജെനുവൽ പാർട്സ് അല്ല, മാരുതി സുസുക്കിയുടെ ജെനുവൽ പാർട്സ് ആണ്. എഞ്ചിനൊക്കെ സെയിം ആണ്. ഇത് കോട്രാജെറ്റ് എഞ്ചിനാണ്. മാരുതി സുസുക്കിയുടെ ചെയിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 സ്പ്രോക്കറ്റ്, അഡ്ജസ്റ്റർ, ഗൈഡ്, പാക്കിങ്, ഫ്ലാഞ്ച്, ഓയിൽസിൽ എല്ലാ കാര്യങ്ങളും മാരുതി സുസുക്കിയുടെ ജെനുവൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുസുക്കിയുടെ പാർട്സുകൾ ഇടുമ്പോൾ റേറ്റ് ഇതിൻ്റെ പകുതി റേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ജെനുവൽ പാർട്സ് വരുമ്പോൾ ഇരട്ടി റേറ്റ് ആവും. പിന്നെ ബെൽറ്റിലും ഓയിൽ പമ്പ്, പവർ സ്റ്റീറിങ്ങിൻ്റെ പമ്പിൻ്റെ ബെൽറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. 2 ബെൽറ്റാണ് വരുന്നത്. സ്വിഫ്റ്റിൽ വരുമ്പോൾ 1 ബെൽറ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വിഫ്റ്റിൻ്റെ പാർട്സൊക്കെ ഇതിൽ യൂസ് ആവും, എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ആവും എന്ന് നിങ്ങൾ പറഞ്ഞാലും ലേബറിൽ വ്യത്യാസം വരും. ഒരുപാട് കാര്യങ്ങൾ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെയിൻ ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സ്വിഫ്റ്റിൻ്റെ 2 ഇരട്ടി പാർട്സുകൾ നമ്മൾ ഇളക്കി മാറ്റിയാൽ മാത്രമേ ചെയിൻ ഇളക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ മൗണ്ടിങ്, എഞ്ചിൻ മൗണ്ടിങ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പവർ സ്റ്റീറിങ്ങിൻ്റെ പമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഇളക്കി മാറ്റണം. ഫ്യൂലിൻ്റെ ലൈനുകളെല്ലാം ഇളക്കി മാറ്റണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ലേബറിലേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളെല്ലാം നമ്മൾ മാരുതി സുസുക്കിയുടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടെൻഷനൊക്കെ നമ്മൾ മാറിയതാണ്. 2 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസാണിത്. രണ്ടാമത്തെ ചെയിൻ മാറൊക്കെ ആണിത്. അപ്പോൾ ഇതിനോടൊപ്പം കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ EGR ക്ലീനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ EGR ക്ലീനിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം 30,000 കിലോമീറ്ററിലാണ് കമ്പനി ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ആരും ചെയ്യത്തില്ല. ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററിനകത്ത് തന്നെ വെച്ച് തന്നെ ഈ ഒരു EGR ക്ലീനിങ് ചെയ്യണം. നൈട്രജൻ ഓക്സൈഡ് എഞ്ചിനകത്ത് കയറി ബ്ലോക്ക് ആകുമ്പോഴാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ആകുമ്പോൾ, കരിയേറി അടഞ്ഞ് ബ്ലോക്ക് ആകുമ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് അടഞ്ഞു കൂടും. അങ്ങനെ എയറിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് ഫ്യൂവലിൻ്റെ അളവ് കൂട്ടി ബ്ലാക്ക് സ്മോക്കും അതുപോലെ തന്നെ മൈലേജും ഡ്രോപ്പ് വരുന്നതും ഈ കാരണത്താലാണ്. അപ്പോൾ ഇതെല്ലാം ഇളക്കി ക്ലീൻ ചെയ്യുമ്പോൾ പുതിയൊരു എഞ്ചിൻ പോലെ ആവും. അടുത്ത 1 ലക്ഷം കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടാവുന്നതാണ്. കറക്റ്റ് മൈലേജും പ്രോപ്പറായിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ എല്ലാ കാര്യങ്ങളെല്ലാം ഇളക്കിയായിരുന്നു. ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതായി കാണുന്നത് ഇത് കുറച്ച് സ്ലഡ്ജും കാര്യങ്ങളെല്ലാം കൂടുതലാണ് ഈ ഒരു ചെയിനിൽ. എന്ന് വെച്ചാൽ ഓയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോഴാണ് കരി കയറി അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ ഇത് ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ്, താഴെ വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, 2 ഗൈഡ്, അഡ്ജസ്റ്റർ, പാക്കിങ്, ഫ്ലാഞ്ച്, ഓയിൽ സീൽ, 2 ബെൽറ്റ് വരുന്നുണ്ട്. ഇത് ഒരു AC ബെൽറ്റും പിന്നെ ഒരു പവർ സ്റ്റീറിങ്ങിൻ്റെ ഒരു ബെൽറ്റും വരുന്നുണ്ട്. അപ്പോൾ 2 ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ഓയിൽ, ഡീസൽ ഫിൽറ്റർ ഈ സൈഡിലായിരിക്കും വരുന്നത്. ഡീസൽ ഫിൽറ്റർ മാറണം. ഇത് ഇവിടെയാണ് വരുന്നത്. ഡീസൽ ഫിൽറ്റർ, ഗിയർ ബോക്സ് ഓയിൽ, EGRൻ്റെ സെക്ഷൻ കാണിക്കുക എങ്ങനെയാണെന്ന്. മാനിഫോൾഡ് നമ്മൾ ഇളക്കിയെടുത്ത് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് വിടും. മാനിഫോൾഡ് ഇതായി കാണുന്നതാണ്. മാനിഫോൾഡിനകത്താണ് കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം അടഞ്ഞുകൂടിയിരിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് ചെറിയ കാര്യം, എഞ്ചിൻ മാത്രമേ സെയിം ആയിട്ടുള്ളൂ, മാനിഫോൾഡും കാര്യങ്ങളെല്ലാം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യമെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയെടുക്കണം. അതുപോലെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അതും കൂടി ചേഞ്ച് ചെയ്യണം. EGRൻ്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് EGRൻ്റെ സോളിനോട് സ്വിച്ച് കാര്യങ്ങളും. EGR എക്സോസ്റ്റ് ഗ്യാസ് വഴി ഇതിൽ എഞ്ചിനകത്തോട്ട് കടത്തി വിട്ട് നൈട്രജൻ ഓക്സൈഡ് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. അതിന് തണുപ്പിക്കാനായിട്ട് കൂളൻ്റ് വാട്ടർ പോയിട്ടുണ്ട്. കൂളൻറ്റിൻ്റെ ലൈന് ഇത് ചൂടായ എയർ എഞ്ചിനകത്ത് തിരിച്ച് കടത്തി വിടുമ്പോൾ പൊല്യൂഷന് വ്യത്യാസം വരും. അങ്ങനെ ഇത് തണുപ്പിച്ചായിരിക്കും എഞ്ചിനകത്ത് കൊടുത്തു വിടുമ്പോൾ EGRൻ്റെ ഹോസൊക്കെ, കൂളൻറ്റിൻ്റെ ലൈൻ ഹോസെല്ലാം ഹാർഡായിപ്പോയി. ഈ ഹോസ് ക്ലിപ്പുകളെല്ലാം മാറി, മെറ്റൽ പൈപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇതെല്ലാം മാറി പുതിയതുപോലെ EGR നമ്മൾ സെറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല മൈലേജ് ആയിരിക്കും. വാഹനം ഇറങ്ങുന്ന ഒരു 22, 25, 24 മൈലേജൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൈലേജ് വളരെയധികം ഡ്രോപ്പാണ്. മൈലേജ് ഏകദേശം ഒരു 15-നകത്ത് കിട്ടുന്നുള്ളൂ എന്ന് കസ്റ്റമർ പറഞ്ഞായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് ഏകദേശം ഒരു 2 ദിവസത്തെ വർക്കാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഇത് ഫിയറ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങളും കൂടി ഇളക്കിയാൽ മാത്രമേ ഈ ഒരു ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങൾ ഇളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൂടി വേണം. പിന്നെ ടൈമിംഗ് ചെയിൻ മാറ്റുമ്പോൾ ക്രാങ്കേഴ്സ് പശ ഒട്ടിച്ചിടണം. ഇതായി കാണുന്നതാണ് ക്രാങ്കേഴ്സ്.
ഇതിലൊരു പാക്കിങ് കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ 3 പൗണ്ട് പേസ്റ്റ് വെച്ചാണ് ആഡ് ചെയ്തത്. ഈ ഒരു പശയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഉണങ്ങാനായിട്ടൊരു 6-7 മണിക്കൂർ വേണം. അത് നമ്മൾ ഇന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ ഇന്ന് ഇട്ടിരിക്കും. അപ്പോൾ അത് ഉണങ്ങി നല്ല സെറ്റായതിനു ശേഷം ഈ ഒരു വാഹനത്തിന് പുതിയ എഞ്ചിൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത 1,00,000 കിലോമീറ്റർ ലീക്കൊക്കെ മാറ്റി കൊടുക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം നമ്മൾ ഓയിൽ സീലുകൾ വരുന്നതെല്ലാം ഭാഗങ്ങളെല്ലാം എന്തൊക്കെ കാര്യങ്ങളല്ലോ A to Z നമ്മളെല്ലാം മാറ്റി പുതിയൊരു എഞ്ചിൻ ഓയിൽ ആക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെയിനും കാര്യങ്ങളെല്ലാം മാരുതി സുസുക്കിയുടെ ജെനുവൻ ഇട്ടതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് തുടങ്ങാം നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ടൈമിംഗ് ചെയിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ഈ കാണുന്നതാണ് സ്പ്രോക്കറ്റ് പുതിയത്, 2 സൈഡ് ഗൈഡ്, അഡ്ജസ്റ്റർ, പാക്കിങ്, പിന്നെ വെളിയിൽ വരുമ്പോൾ ഫ്ലാഞ്ച്, ബെൽറ്റ്, ഓയിൽ സീൽ അങ്ങനത്തെ കാര്യങ്ങൾ, പുതിയ വാട്ടർ പമ്പും ചേഞ്ച് ചെയ്യും. പിന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ എങ്ങനെ മാറുന്നതെന്ന്. ടൈമിംഗ് ഒക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമിൻ്റെ ഇവിടെ ലോക്കിങ് വരും, ക്രാങ്കിൻ്റെ ഇവിടെ ലോക്ക് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടിക്കും ഫിയറ്റിൻ്റെ വണ്ടിക്കൊക്കെ സൈഡിലായിരിക്കും ടൈമിംഗ് വരുമ്പോൾ ക്രാങ്കിൻ്റെ സൈഡിൽ ഒരു ലോക്ക് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് വാട്ടർ പമ്പ്. വാട്ടർ പമ്പ് ചെറിയൊരു മൂളൽ സൗണ്ടുണ്ട്. വാട്ടർ പമ്പ് നമ്മൾ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യും. ഇവിടെയൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ തുരുമ്പ് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂളൻ്റ് കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യാതെ തുരുമ്പായതാണ്. ഇനി ഇതിൽ നോയ്സ് കയറ്റി ബെയറിംഗ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇളക്കാനായിട്ട് ഇത്രയും പൊളിക്കണം, അത് പാടാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ പമ്പ് പുതിയത് ചേഞ്ച് ചെയ്യുമെന്ന്. മാറ്റിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന EGR കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. റോസ് ക്ലിപ്പുകളെല്ലാം മാറി സെറ്റ് ചെയ്തു. ഇതാണ് EGR വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവെല്ലാം കരി ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു, സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഡീസൽ ഫിൽറ്റർ ഇന്നും ഔട്ടും ഒരു എയർ സ്ക്രൂ കൂടി കൊടുത്തിട്ടുണ്ട് എയർ എടുക്കാനായിട്ട്. അപ്പോൾ ടാറ്റയുടെ ജെനുവൻ പാർട്സ് 2000 ചില്ലറ വില ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് തെർമോസ്റ്റാറ്റ്, വാഹനം ഇറങ്ങിയ സമയത്തുള്ള തെർമോസ്റ്റാറ്റ് വാൽവാണ് ഇത്. ഈ സൈഡിൽ കൂടെ തെർമോസ്റ്റാറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് എഞ്ചിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാനായിട്ട് ഫയറിംഗ് കറക്റ്റ് നടക്കാനുള്ളതാണ്. ഈ ഒരു സാധനം കംപ്ലയിൻറ്റ് വന്നാൽ മൈലേജ് ഷോർട്ടേജ് വരും, അതുപോലെ തന്നെ പുള്ളിങ് ഷോർട്ടേജ് വരും. ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ചൂടിനെ നിയന്ത്രിക്കാനാണ്, ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാനുള്ള തെർമോസ്റ്റാറ്റ് വാൽവാണ്. അപ്പോൾ ഈ ഒരു വാൽവ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു വാൽവുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഓപ്പൺ ആവുകയും ചൂട് കുറയുമ്പോൾ ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരേ ഡിഗ്രി ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുവാനുള്ള തെർമോസ്റ്റാറ്റ് വാൽവാണ്. അങ്ങനെ വന്നാലേ കറക്റ്റ് ഡീസൽ ഫയർ ആകത്തുള്ളൂ, കറക്റ്റ് മൈലേജ് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ തെർമോസ്റ്റാറ്റ് വാൽവിൽ കൂടി കൂളൻ്റ് പാസേജ് പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ 1,00,000 കിലോമീറ്റർ 10 വർഷം കാലാവധി കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ കട്ടായി പോയി കൂളൻ്റ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റായി വണ്ടി നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാനാണ് തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഓക്കെയാണ്. ഡീസൽ ഫിൽറ്റർ ഒരു 20,000 മാക്സിമം പോയ 30,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷർ പമ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചക്ടറൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി കോസ്റ്റ് ആയി പോകും. അപ്പോൾ ഡീസൽ കാലിയാക്കിയിട്ട് ഓടാൻ പാടില്ല. ഇതിലുള്ള പൊടിയും ഡസ്റ്റ് എല്ലാം ഇതിനകത്താണ് അടഞ്ഞുകൂടി വരുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് ഓയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ബോക്സ് ഓയിൽ, ഡീസൽ ഫിൽറ്റർ, A to Z ബ്രാക്ക് ഫ്ലൂയിഡ് എല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തു, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരു അവഞ്ചറ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫിയറ്റിൻ്റെ. അങ്ങനെ നമ്മൾ തലേ ദിവസം ടൈമിംഗ് ചെയിനെല്ലാം ഒട്ടിച്ചിട്ടായിരുന്നു. EGR ക്ലീനിങ് കഴിഞ്ഞായിരുന്നു. എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇത് 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് വർക്കാണ്. ഇപ്പോൾ 2ാമത്തെ ലക്ഷമാണ്. 2 ലക്ഷത്തിൽ 2ാമത്തെ സർവീസാണ്, മേജർ സർവീസ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ്റെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ബെൽറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ് 3 ലിറ്റർ ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ബ്രാക്ക് ഫ്ലൂയിഡ് ആയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ ആയിട്ടുണ്ട്. അതായി കാണുന്നതാണ് ഡീസൽ ഫിൽറ്റർ. ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന സൈഡിൽ അത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയിൽ വരുന്ന തെർമോസ്റ്റാറ്റ് വാൾവാണ്. ഒറിജിനലാണ്. മാരുതി സുസുക്കിയുടെ ജെനുവൻ പാർട്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ റേറ്റ് പകുതി താഴെ വരുന്നുള്ളൂ. 3-1 റേറ്റ് വരുന്നുള്ളൂ. 1,800 ചില്ലറ വരുന്നുള്ളൂ. ഇതിൻ്റെ ടാറ്റയുടെ ഒറിജിനൽ വരുമ്പോൾ 4,800 രൂപയൊക്കെ വില വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വരുമ്പോൾ കുറച്ചുകൂടി റേറ്റിൽ വ്യത്യാസം കൂടും. അപ്പോൾ അതിൽ ലാഭിച്ചിട്ടുണ്ട് കസ്റ്റമർ. പിന്നെ നമ്മളാൽ കഴിയുന്ന അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ്റെ മാരുതി സുസുക്കിയുടെ ജെനുവൻ പാർട്സ് ടൈമിംഗ് ചെയിനും റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും റേറ്റിലൊക്കെ വരുമ്പോൾ. ലേബർ ചാർജ് ടൈമിംഗ് ചെയിൻ്റെ EGRൻ്റെ ലേബർ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ സസ്പെൻഷൻ നോക്കിയായിരുന്നു, ബ്രേക്ക് നോക്കിയായിരുന്നു, സർവീസ് വർക്ക് ഉണ്ടായിരുന്നു. A to Z നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് നോക്കി എല്ലാം നമ്മൾ ഡീസൽ കാശ് നമ്മൾ ലാഭിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സമയം 2 ദിവസത്തെ വർക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരാഴ്ചത്തെ വർക്കാണ് മൊത്തത്തിൽ വരുമ്പോൾ. 2 ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ ക്രാങ്കേഴ്സ് നമ്മൾ എടുത്തായിരുന്നു. അടിസൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായി കാണുന്ന ക്രാങ്കേഴ്സാണ്. ക്രാങ്കേഴ്സ് ഒറിജിനൽ മാരുതിയുടെ ഒറിജിനൽ ക്രാങ്കേഴ്സിൽ കൂടി ലീക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ ക്രാങ്കേഴ്സ് നമ്മൾ പഴയൊക്കെ വെച്ച് തലേ ദിവസം സെറ്റ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് ഉണങ്ങി സെറ്റായിട്ടുണ്ട്.
അതിൻ്റെ സീലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഫ്ലാഞ്ച് ഓയിൽ സീല്, ബെൽറ്റ് കാര്യങ്ങളെല്ലാം മാറി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് സൗണ്ടാണ്. ടൈമിംഗ് ചെയിനൊക്കെ മാറി വന്നപ്പോൾ നല്ല കറക്റ്റ് കമ്പനി ഇറങ്ങും പോലെ തന്നെ സ്മൂത്ത് സൗണ്ടായിട്ടുണ്ട്. അതുപോലെ ഡീസൽ ലീക്കും നമ്മൾ കൂളൻ്റ് ലീക്കും ചെക്ക് ചെയ്യും. ഏകദേശം ഒരു മണിക്കൂറോളം വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം. ഒരു 10 കിലോമീറ്റർ ഓടിച്ച് നോക്കണം. നല്ല ചൂടായാൽ മാത്രമേ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ എൻജിൻ ഓയിലൊക്കെ നമ്മൾ ടാങ്കേഴ്സ് കൊണ്ടിട്ട് ലീക്ക് ഉണ്ടാകും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് വഴി കൂളൻ്റ് ലീക്കേജ് ഉണ്ടാകുന്ന ചെക്ക് ചെയ്യണം. ഹോസ് ക്ലിപ്പുകളെല്ലാം മാറിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറിന് വാഹനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ വാഹനത്തിൻ്റെ അടിസൈഡും സ്റ്റാർട്ടിങ് റണ്ണിങ്ങിൽ കാണിക്കുക എങ്ങനെയാണെന്ന്. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. ഇനി ഒരു 10 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കണം, ജാക്കിയൊക്കെ ഇറക്കി വീലൊക്കെ മുടിക്കിയതിന് ശേഷം. അപ്പോൾ ഫിയേറ്റിൻ്റെ അവഞ്ചുറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫുൾ വർക്കാണ് നമ്മൾ 2 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇനി വാഹനം ഒന്ന് ഓടിച്ച് നോക്കുക. പിന്നെ പിറ്റേ ദിവസം കസ്റ്റമറിന് കൊടുത്തു വിടുന്നതായിരിക്കും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം വർക്കിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിംഗ് ദിവസം തരും. അന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 ദിവസം വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.